ഇവിടെ 36 ഇനം ദേശാടന പക്ഷികൾ വരുന്നുണ്ട്. അതും നവംബർ മാസത്തിൽ. അധികം പേരുള്ളത് കടൽക്കാക്കകളാണ്. ഇവിടുന്ന് ലെഫ്റ്റ് പോവാം. ഈ റോഡിൽ നിന്ന് ലെഫ്റ്റ് പോയാലാണ് ആ റോഡ് കണ്ടത്. ഇതാണ് വള്ളിക്കുന്ന് കടലുണ്ടി റെയിൽവേ സ്റ്റേഷൻ. ഇവിടുന്ന് നേരെ പോവാം. റൈറ്റ് പോയാൽ അവിടേക്കെത്താം. അവിടേക്കാണ് എത്തൽ. കടലുണ്ടി വള്ളിക്കുന്ന് ബേർഡ് സാങ്ച്വറി. വായിക്കേണ്ടവർക്കൊക്കെ വായിക്കാം. കടലുണ്ടി ബേർഡ് സാങ്ച്വറി, ഇക്കോ ടൂറിസം ആണ് അതിൻ്റെ ഓഫീസ്. അടിപൊളി. ഇവിടെയുള്ള ഐറ്റംസ് ഇതൊക്കെയാണ്. കണ്ടൽക്കാടുകൾ, കുറ്റിക്കണ്ടൽ, ഉപ്പടി, കണ്ണാമ്പൊട്ടി, നക്ഷത്രക്കണ്ടൽ, ചുള്ളിക്കണ്ടൽ, ചക്കരക്കണ്ടൽ, ഇതൊക്കെയാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഇവിടെ റേറ്റ് വരേണ്ടത് ഒരു ട്രിപ്പിന് 800 രൂപയാണ്. അത് 10 ആൾ വരെ മാക്സിമം പോകും. ഇനി ഒരാളാണെങ്കിലും 2 ആളാണെങ്കിലും ഒരു ട്രിപ്പിന് 800 രൂപ. 2 ട്രിപ്പ് ആകുമ്പോൾ അത് 1 മണിക്കൂറിൽ. 2 മണിക്കൂറാണെങ്കിൽ 1500 രൂപ. ഫാമിലി ആയിട്ട് വരേണ്ടതാണ് നല്ലത്. 1-2 ആൾക്കാർ വന്നാൽ മുതലാവില്ല. പിന്നെ ഇവിടെ ഇരിക്കാനുള്ള ചാർജ് ഉണ്ട്, 10 രൂപ, ഒരാൾക്ക് 10 രൂപ. പിന്നെ ബോട്ട് പോകൽ ആ റൂട്ടിലാണ്. ആ റൂട്ടിൽ പോകുമ്പോൾ അവിടെയുള്ള കണ്ടൽ ചെടികളും കണ്ടൽക്കാടുകളും ഉള്ളത്. പിന്നെ ഈ മാസമല്ല, അടുത്ത മാസമാണ് പക്ഷി സീസൺ ഉണ്ട്. ഒക്ടോബർ നവംബറിലാണ് പക്ഷി സീസൺ. നവംബറിലാണ് പക്ഷി സീസൺ ആൻഡ് ഡിസംബറൊക്കെ. ഈ മാസം അധികമല്ല, പക്ഷേ ഉണ്ടാവും, ചെറുതായിട്ടുണ്ടാവുള്ളൂ. അടുത്ത മാസം മുതലാണ് സീസൺ ആവുന്നത്. ഇവിടെ നോക്കിയാൽ തന്നെ കണ്ടൽക്കാടുകളൊക്കെ കാണാം. പക്ഷേ ഇതിൽ 1 മണിക്കൂർ റൺ ചെയ്യും അവിടേക്കും കിട്ടും. കേരളത്തിൽ ആദ്യത്തെ കമ്മ്യൂണിറ്റി റിസർവ് ആണത്. ഇന്ത്യയിൽ 3ാമത്തേത്. ആദ്യത്തേത് ബംഗാളിൽ, പിന്നത്തേത് തമിഴ്നാട്. കേരളത്തിലെ കോഴിക്കോടാണ് 3ാമത്. ഇന്ത്യയിൽ വെച്ച് 3ാമതും കേരളത്തിൽ വെച്ച് ആദ്യത്തെ. ഇവിടെ 36 ഇനം ദേശാടന പക്ഷികൾ വരുന്നുണ്ട്. അതും നവംബർ മാസത്തിൽ. അധികം പേരുള്ളത് കടൽക്കാക്കകളാണ്. അത് അലസ്ക, അമേരിക്കയിൽ അലസ്ക എന്നാണ് വരുന്നത്. അത് എത്ര കിലോമീറ്റർ എന്നറിയില്ല, കുറേ സഞ്ചരിക്കേണ്ടി വരും. അത് അടുത്ത മാസമാണ് ഇവിടുത്തെ മെയിനായിട്ട് അതാണ് വരല്. പിന്നെ ഇവരെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഞാൻ വീഡിയോയിൽ കാണിച്ചത്.
വനം വകുപ്പിൻ്റെ അല്ല, പ്രൈവറ്റ് ബോട്ടുകളാണ്. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും പൈസ കൂടുതൽ. എല്ലാതും പ്രൈവറ്റ് ബോട്ടുകളാണ്. വനം വകുപ്പിൻ്റെ ബോട്ടുകളില്ല, സ്ഥലം മാത്രമേ ഉള്ളൂ. നമുക്ക് പ്രൈവറ്റ് ബോട്ട് യൂസ് ചെയ്ത് പോവുകയും ചെയ്യാം, ഫ്രണ്ട്സിൻ്റെ അടുത്തുണ്ടെങ്കിൽ. പിന്നെ കണ്ടൽ ഗാർഡനിലെ പ്രത്യേകത പറഞ്ഞാൽ അവിടെ വെള്ളം കയറില്ല. വെള്ളപ്പൊക്കം ഉണ്ടെങ്കിൽ, കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വെള്ളപ്പൊക്കമൊന്നും ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞത് അവിടെ ഓഫീസിൽ ചോദിച്ചപ്പോൾ. അവർ അതിനെ കുറിച്ച് റിസർച്ച് നടത്തിയപ്പോൾ പറഞ്ഞത് കണ്ടൽ കാടുകൾ ഉണ്ടായിട്ടാണ്, അതുകൊണ്ട് വെള്ളപ്പൊക്കം വരില്ല. ഇവിടെ ആ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു അവർ. പിന്നെ ഇവിടെയുള്ള റൈഡ് എന്ന് പറഞ്ഞാൽ കടൽക്കാടിൻ്റെ അകത്തേക്ക് കയറിപ്പോവും. പുറത്തൊന്നും കാണില്ല, ഉള്ളിലോട്ട് കയറിയിട്ട് അവിടെ നിന്നാണ് പക്ഷികളെ കാണുന്നത്. ഒരു കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം, പിന്നെ ഞാനിവിടെ കാണിക്കാം.